ഗൈസ് അപ്പോൾ നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ വന്നിട്ടുണ്ട് ഗൈസ്. റെയിൽവേ സ്റ്റേഷനിൽ ഇപ്പം സമയം 3 മണി കഴിഞ്ഞ് ഗൈസ്. അപ്പോൾ നമ്മൾ ട്രെയിൻ വന്നിട്ടുണ്ട്. ഏറനാട് എക്സ്പ്രസ് ആണ്. നമ്മളിവിടെ മംഗലാപുരം ഈ ട്രെയിനിലാണ് ഗൈസ് പോകുന്നത്. അപ്പോൾ ഈ ട്രെയിനിൽ ഇവിടെ നിർത്തുമ്പോൾ നമുക്ക് കയറാം. നമ്മൾ നേരത്തെ ടിക്കറ്റ് ബുക്ക് ചെയ്തുകൊണ്ട് പല പല സ്ഥലത്താണ് തോന്നുന്നു. സ്ഥലത്താണ് നമുക്ക് സീറ്റ് ഇട്ടിരിക്കുന്നത്. എന്തായാലും ട്രെയിൻ നിർത്തിയിട്ട് ഗൈസ് നമുക്ക് കയറാം. ഗൈസ് ഞാൻ ഉറങ്ങിപ്പോയി ഗൈസ്, അതാ വീഡിയോ എടുക്കാൻ. നമ്മൾ ട്രെയിനോടെ പിടിച്ചിട്ടുണ്ട്. സ്ഥലം ഏതാണെന്ന് കറക്റ്റ് ആണ്. ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റില്ലായിരുന്നു ഗൈസ്. അതേയുള്ളായിരുന്നു ഒരു കുഴപ്പം ഗൈസ്. എന്തായാലും നമുക്കിനി മംഗലം പിടിച്ച് കാണാം ഗൈസ്. ഗൈസ് അപ്പോൾ മംഗലാപുരത്ത് തന്നെയുണ്ട്. നമുക്കിനി വേറെ റെയിൽവേ സ്റ്റേഷനിൽ വെച്ചിട്ടാണ് നമുക്ക് അടുത്ത ട്രെയിൻ ഇവിടുന്ന് മൂകാംബികയ്ക്കുള്ളത്. അപ്പോൾ ട്രെയിൻ വന്നപ്പോൾ 5 മണിക്ക് വരുമെന്ന് പറഞ്ഞ ട്രെയിൻ 5:45 ഗൈസ് ഇവിടെ വന്നത്. ഒത്തിരി ഡിലേ ആയി കിടക്കുമായിരുന്നു. അതാ ഇത്രയും ലേറ്റായി. നമുക്കിനി ഇവിടെ പുറത്തിറങ്ങിയിട്ട് ഓട്ടോയോ വല്ലതും വിളിച്ചിട്ട് വേണം അടുത്ത റെയിൽവേ സ്റ്റേഷനിലോട്ട് പോകാൻ. അവിടെ നിന്നാണ് നമുക്ക് ട്രെയിൻ. ഓട്ടോ വല്ലതും ഉണ്ടോ നോക്കാം ഗൈസ്. എന്തായാലും നമുക്കിനി പുറത്തിറങ്ങിയിട്ട് എന്തുകൊള്ളേന്ന് നോക്കാം. സാർ പുറത്തിറങ്ങി ഇവിടെ വലിയൊരു ഫ്ലാഗൊക്കെ ഉണ്ട്. ഇവിടെ ഓട്ടോ സ്റ്റാൻഡൊക്കെ ഒത്തിരി ഉണ്ട്. ഓട്ടോയും ടാക്സിയൊക്കെ ഉണ്ട്. പക്ഷേ ബസ് സ്റ്റാൻഡ് ഇവിടെ ഒന്നും ഇല്ല ഗൈസ്. ഇവിടെ ബസ് സ്റ്റാൻഡിലോട്ട് 2 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ അച്ഛൻ എന്തെങ്കിലും ഓട്ടോ വിളിക്കാൻ പോയി. ഓട്ടോ ഇപ്പോൾ വരും. ഇതാണ്ട് വരുന്നുണ്ട് ഗൈസ്. ഒന്ന് ഈ ഓട്ടോയും ഒന്നാണ്ട് ഈ ഇലക്ട്രിക് ഓട്ടോയുമാണ്. ഞാൻ ഇലക്ട്രിക് ഓട്ടോയിലാണ് ഗൈസ് കയറിയത്. ഗൈസ് ഇവിടെയുള്ള ആൾക്കാരെല്ലാം ഭയങ്കര സ്പീഡിലാണ്. 60-ലും 70-ലും ഒക്കെ ഇവിടെ ഓട്ടോക്കാർ പോകുന്നത്. ഇപ്പം നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ അത്രയും തോന്നുന്നില്ല. ഞാൻ ഈ കമ്പിയുടെ വണ്ടി ഇരുന്നതുകൊണ്ട് ഗൈസ് ഈ വീഡിയോ എടുക്കുന്നത്. ഞങ്ങൾ 10 പേരുള്ളതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്താണ് ഒരു ഓട്ടോയിൽ കയറിയിരിക്കുന്നത്. ഒരു ഓട്ടോയിൽ 5 പേര് വെച്ചാണ് കയറിയിരിക്കുന്നത്. അത്രയ്ക്ക് ടൈറ്റായിട്ട് ഞങ്ങൾ ഇരുന്ന് പോകുന്നത്. ഗൈസ് അപ്പോൾ നമ്മൾ എന്തായാലും മെയിൻ റോഡിൽ വന്നിട്ടുണ്ട്. ഗൈസ് അപ്പോൾ ഇവിടെ നിന്ന് കുറച്ച് കൊണ്ടല്ലോ നമ്മളിപ്പോൾ എത്തും. ഗൈസ് അപ്പോൾ ഇതാണ് നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ. ഇവിടെ നിന്നാണ് നമ്മളിതിന് മൂകാംബിക പോകുന്നത്. അപ്പോൾ നമ്മളിത് കണ്ട വലിയ കോട്ടേജസൊക്കെയാണെന്ന് തോന്നും ഗൈസ്. പക്ഷെ നമ്മൾ വരുന്ന വഴിക്ക് എല്ലാം നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു. നമ്മൾ ഇത്ര ലേറ്റായി. കൊച്ചു വഴിക്കൂടെ വരുന്നെങ്കിലും വലിയ വണ്ടി വന്ന് നമ്മളവിടെ പെട്ടുപോകും. അതോ കുഴപ്പം. പിന്നാണെങ്കിൽ വേറൊരു കാര്യമുണ്ട് ഗൈസ്. നമ്മളെ സ്ഥലത്തെ പോലെയല്ല. ഇവിടെ മൊത്തം അടുപ്പിച്ച് ഹോട്ടൽ. പിന്നാണ്ട് ഇവിടെ റെയിൽവേ സ്റ്റേഷനും പണി നടക്കുക. അവിടെ വേണം കമ്പി ആണി അങ്ങനെയൊക്കെ ഉണ്ട്. നമ്മൾ സൂക്ഷിച്ച് പോയില്ലെങ്കിൽ എന്തെങ്കിലും പണി കിട്ടും. കാരണം ഈ തറ മൊത്തം ആണി ഒക്കെ ഉണ്ട് ഗൈസ്. അതാ കുഴപ്പം ഗൈസ്. എനിക്ക് എപ്പോൾ പോയാലും കയറുന്ന സംഭവമാണ് ഈ സെൻസർ. എവിടെ പോയാലും എവിടെ ഉണ്ടെങ്കിലും അതിൻ്റെ അകത്ത് കയറാതെ പോകത്തില്ല. പക്ഷെ ഇവിടെ മൊത്തം നല്ല തിരക്കുണ്ട്. നമുക്കിനി ഇവിടെ 5 മണിക്കൂർ ഇവിടെ വെയിറ്റിംഗ് ആണ് ഗൈസ്. ഇപ്പോൾ സമയം 6 മണി ആയിട്ടേ ഉള്ളൂ. നമുക്കിവിടുന്ന് 10 മണിക്കാണ് ഗൈസ് ട്രെയിൻ. കുറച്ച് നേരം ഫോണിൽ പോയാൽ കുറച്ച് നേരം കിടക്കാം ഗൈസ്. 5 മണിക്കൂറിൽ വേറെ വഴിയില്ല. വെറുതെ ഇരുന്ന സമയം പോയി. അല്ലായിരുന്നെങ്കിൽ സമയം പെട്ടെന്ന് തന്നെ. നമ്മൾ ഒത്തിരി നേരം കൊണ്ടിട്ടിരിക്കും. ഇനി ഏതാണ്ട് 3 മണിക്കൂർ കഴിഞ്ഞിട്ട് ട്രെയിൻ വരത്തുള്ളൂ. ഇപ്പോൾ സമയം 8:30 ആയിട്ടുണ്ട്. 11-12 മണിക്ക് ട്രെയിൻ കാണിക്കുന്നുള്ളൂ. ഇനി 3 മണിക്ക് കറക്റ്റ് സമയമായിട്ടുണ്ട്. ഒത്തിരി ഡിലേ ആയിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ ഞങ്ങളുടെ ഒരു വെയിറ്റിംഗ് റൂമിൽ കയറിയിരിക്കുക. അത് ഞങ്ങൾ ഈ ബാക്ക് വശത്ത് വെള്ളം ആടുന്നത്. ട്രെയിൻ വരട്ടെ ഗൈസ്. വെയിറ്റ് ചെയ്തില്ല പറ്റൂ ഗൈസ്. ഒത്തിരി നേരത്തെ കാത്തിരിപ്പ് ശേഷം നമ്മുടെ ട്രെയിൻ വന്നിരിക്കുന്നു ഗൈസ്. നേത്രവാദി എക്സ്പ്രസ്. അപ്പോൾ നമ്മൾ ഒത്തിരി നേരം വെയിറ്റ് ചെയ്ത് നമ്മുടെ ട്രെയിൻ വന്നു. നമുക്ക് ഇതിനകത്ത് കയറാം ഗൈസ്. ഇതിൽ നിന്ന് 2 മണിക്കൂറും കൂടെ ഉണ്ട് ഗൈസ്. അപ്പോൾ നമ്മുടെ ട്രെയിൻ വന്നിരിക്കുന്നു. നമ്മൾ ട്രെയിനിൻ്റെ അകത്ത് കയറി ഗൈസ്. നമ്മൾ ഏറ്റവും താഴെ ഓരോ ആൾക്കാരെ നടക്കുന്നുണ്ട്. ഞാൻ ഏറ്റവും മണ്ടയ്ക്ക് ഈ വീഡിയോ നമ്മളിവിടെ കൊണ്ട് വെയിറ്റ് ചെയ്യാൻ. നമ്മൾ ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. ബൈ.